Hello friends, welcome back to my channel made by Arundhati. How to solve a Rubik's Cube Part 1. ഈ പാർട്ടിൽ റുബിക്സ് ക്യൂബിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ബേസിക്സ് ആണ് ഞാൻ പറയുന്നത്. ആദ്യം ഫേസിൻ്റെ കളർ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്ന് പറയാം. മിഡിൽ പീസ് ഒരിക്കലും ചേഞ്ച് ആവില്ല. അപ്പോൾ മിഡിൽ പീസിൻ്റെ കളർ ഏതാണോ അത് വെച്ചിട്ടാണ് നമ്മൾ ഫേസിൻ്റെ കളർ തീരുമാനിക്കുന്നത്. മിഡിൽ പീസ് റെഡ് ആണെങ്കിൽ ആ ഫേസ് റെഡ് ആയിരിക്കും, മിഡിൽ പീസ് യെല്ലോ ആണെങ്കിൽ ആ ഫേസ് യെല്ലോ, ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ, അങ്ങനെ. റുബിക്സ് ക്യൂബ് ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന പോർഷൻ അത് ഫേസ്, അതിൻ്റെ ഓപ്പോസിറ്റ് ബേസ്, അതിൻ്റെ മുകളിലുള്ള പോർഷൻ ടോപ്പ്, താഴത്തെ പോർഷൻ ബോട്ടം, പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിലുള്ളത് റൈറ്റ്, ലെഫ്റ്റ് സൈഡിലുള്ളത് ലെഫ്റ്റ്. നമ്മൾ ഈ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുമ്പോൾ കൂടുതലും റൈറ്റ് സൈഡിനെ ബേസ് ചെയ്താണ് സോൾവ് ചെയ്യുന്നത്. വൈറ്റ് കളറിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും യെല്ലോ ആയിരിക്കും, അതുപോലെ ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും റെഡ് ആയിരിക്കും, അതുപോലെ ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും ഗ്രീൻ ആയിരിക്കും. ഇങ്ങനെയാണ് കളേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കാം. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ടോപ്പ് ആൻഡ് ബോട്ടം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ് ചെയ്യാം. പിന്നെ ഫേസും ബേസും അതിനെ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഈ രീതിയിലാണ് മൂവ് ചെയ്യാൻ പറ്റുന്നത്. പാർട്ട് 2-ൽ ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്യുന്നത് കാണാം.